ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. നമ്മുടെ ട്രാഫിക്കിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് യൂസ് ഓഫ് ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗം. ഒത്തിരി ആളുകൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി സൗദി അറേബ്യയിലും അല്ലെങ്കിൽ ഗൾഫിലോ ജർമ്മനിയിലോ USA ഒക്കെ പോയിട്ട് വരുന്നവർ, അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് തിരിച്ച് വരുന്നവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പ്രവാസികളായിട്ട് വരുന്നവർക്ക്. അവരൊക്കെ അത് ശ്രദ്ധിച്ച് ചെയ്യുമത്, കാരണം അവർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടി. ഇൻഡിക്കേറ്റർ ഇടുക, ഒരു വലത്തോട്ട് തിരിയാനാണ് ഇൻഡിക്കേറ്റർ വലത്തോട്ടുള്ളത് തന്നെ ഇട്ടിട്ട് അവർ തിരിയുള്ളൂ, ചുമ്മാ അവർ തിരിയല്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ അത് ഉപയോഗിക്കുന്നില്ല. നമ്പർ 1. നമ്പർ 2, ചിലർ ഇപ്പം ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇൻഡിക്കേറ്റർ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ കൂടെ വരുന്ന അല്ലെങ്കിൽ മുന്നിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും അവർ എന്നാ വിചാരിക്കുന്നത്, ഈ വണ്ടി വലത്തോട്ട് തിരിയാനുള്ളത്, ഈ വാഹനം വലത്തോട്ട് തിരിയാനുള്ളത്, അതിപ്പം ചെറിയ വാഹനമാണേലും വലിയ വാഹനമാണേലും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇടത് വശത്തോട്ട് കയറി പോകാൻ നോക്കും, വലത്തോട്ട് തിരിയാൻ പോകാണല്ലോ. പക്ഷേ ആക്ച്വലി വലത്തോട്ട് തിരിയാനല്ല അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ആ ഇൻഡിക്കേറ്റർ അത് ഓഫാക്കാൻ മറന്നുപോയി. വണ്ടികൾക്ക് കാറിനൊക്കെയാണ് അത് പൊതുവേ സാധാരണ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടത് ഓഫായി പൊക്കോളും. ചില നമ്മൾ കൈകൊണ്ട് തട്ടിവിടേണ്ടി വരും. ചില ഓട്ടോറിക്ഷകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പി എന്നൊരു ഒച്ച വെച്ചൊരു ബീപ്പ് സൗണ്ടുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് കാരണം അവരത് ഓർത്ത് അത് ഓഫാക്കി വിടും. ചില രീതി അങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ അത് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല, അത് ഓഫാക്കണമെന്നോ മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ വരുമെന്നോ ഇതൊന്നും ചിന്തിക്കാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട്. അവിടെ അപകടങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഒരു അവസരമുള്ളൂ, 1-2 അവസരങ്ങൾ അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറയണമെന്ന് ഓർത്തത്. അതുപോലെ തന്നെ നമ്മൾ വലത്തോട്ട് തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നു, എതിർവശത്ത് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. വലത്തേക്ക് തിരിയാനായിട്ട് റൈറ്റ് സൈഡ് കേട്ടോ ഉള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ വരുന്ന വാഹനങ്ങൾ പോയി കഴിഞ്ഞിട്ടേ വലത്തോട്ട് തിരിയാൻ പാടുള്ളൂ. ഇടത്തോട്ട് തിരിയുന്ന അത്രയ്ക്ക് നമ്മൾ റിസ്ക് വരുന്നില്ല. പക്ഷേ വലത്തോട്ട് തിരിയുമ്പോൾ നമുക്ക് എതിർവശത്തെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയെന്നേ. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പിൽ പെട്ടെന്ന് അങ്ങോട്ട് തിരിയാനായിട്ട് നോക്കരുത്. അത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും, അപകടം ഉണ്ടാകും, കൂട്ടിയിടിക്കും. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ വലത്തോട്ട് തിരിയുന്നവർ പണ്ട് കാലത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ 19 വർഷമായിട്ട് എനിക്ക് ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അനുഭവങ്ങളുണ്ട്. പഴയ കാലങ്ങളിൽ എല്ലാവരും, ഈ പഴയ കാലം എന്നല്ല ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ, കുറച്ചായിട്ടേലും ഈ വലത്തോട്ട് കൈ നീട്ടി, ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ ബസ് ഡ്രൈവേഴ്സോ ഒക്കെ വലത്തോട്ട് കൈ നീട്ടും, വലത്തോട്ട് തിരിയുന്ന ഇൻഡിക്കേറ്റർ ഇടുന്നതിന് പകരം. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും അങ്ങനെ ചെയ്യും. അതൊക്കെ പക്ഷേ രാത്രിയിലൊക്കെ ആണെങ്കിലും ഒട്ടും കാണാനൊന്നും പറ്റത്തില്ലത്. അത് ഡേഞ്ചറസുമാണത്. അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് തന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ഉപയോഗിക്കുന്ന പോലെ തന്നെ സ്ട്രിക്റ്റായിട്ട് ഇൻഡിക്കേറ്ററുകളുടെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കി അത് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ വഴി സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി പെട്ടെന്ന് റോഡ് സ്ട്രീമിലോട്ട് കയറുകയാണ്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഇട്ട് വെയിറ്റ് ചെയ്ത് നമ്മുടെ സൈഡ് മിററിൽ കൂടെ നോക്കാം, എല്ലാ വണ്ടികളും പോയിട്ട് പെട്ടെന്ന് കയറാവുള്ളൂ. ഇൻഡിക്കേറ്റർ ഇട്ട് ഒറ്റ എടുക്കാൻ പാടില്ല. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടി നീട്ടിക്കും, നിശ്ചയമാണ്. അങ്ങനെ ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. അതാണ് എനിക്ക് പറയാനുള്ളത്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളിത്, പക്ഷേ ആരും അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ. ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇടത് വശത്തൂടെയൊക്കെ വന്നങ്ങ് വണ്ടികൾ കയറി പോവുകയാണ്, പ്രത്യേകിച്ച് ബൈക്കുകാർ. എന്ത് അപകടമാണെന്ന് അറിയാം. എന്നിട്ട് പിന്നെ പറയും, അയാൾ എന്നെ ഓവർടേക്ക് ചെയ്യാമെന്ന് പറയും. ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ പറയും അയാൾ ഓവർടേക്ക് ചെയ്ത് ഉണ്ടാകുമെന്ന് പറയും. സത്യത്തിൽ മറ്റേ ആൾ ഇടത് വശത്തൂടെ അങ്ങനെ പോയതുകൊണ്ടാണ് ആ അപകടം ഉണ്ടായത്. അപ്പോൾ കാരണം ഇയാൾ ഇടത്തോട്ട് തിരിയാൻ തുടങ്ങുന്നു, ഇയാൾ ഇടത്തോട്ട് കയറി വരുന്നു. ചിലപ്പോൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഇടത്തോട്ട് തിരിക്കുന്ന റിസ്ക് ഇല്ലല്ലോ സാധാരണഗതിയിൽ. പക്ഷേ ഇവിടെ റിസ്ക് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും എനിക്കുള്ള ഒരു അഭ്യർത്ഥന, റിക്വസ്റ്റാണ് ഞാനിത്. ആത്മാർത്ഥമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാവരും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക. അത് ഇടത്തോട്ട് തിരിയാനാണെങ്കിലും വലത്തോട്ട് തിരിയാനാണെങ്കിലും ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചേ വണ്ടി ഓടിക്കാവുള്ളൂ. അത് ഓഫാക്കാനും മറക്കരുത് എന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഞാനീ പറയുന്നത്. പല അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അധികാരികൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതെല്ലാം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നു. MVD ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അത് വളരെ നിർബന്ധമായിട്ടും അതിന് ഫൈനടിക്കുകയൊക്കെ ചെയ്തോന്നേ.
അങ്ങനെ ശരിക്കും പോകാത്തവരെ ശരിക്കും പണിഷ് ചെയ്യുക അവരെ. ഹെൽമെറ്റ് വെക്കുന്ന ആ കാര്യത്തിൽ മാത്രമല്ലെന്നേ, അല്ലാതെ ഈ റോഡ് നിയമങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ് ഒത്തിരി അപകടങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും ആരും പാലിക്കുന്നില്ല. പറയുകയാണെങ്കിൽ വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ അത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു മാതിരിയാണ് ഇവിടുത്തെ വണ്ടി ഓടിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെയും ഓടിച്ചിട്ടുണ്ട്, വിദേശങ്ങളിലൊക്കെ ഓടിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ രണ്ട് വശവും പഠിച്ച് ഞാനത്. വിദേശങ്ങളിലുള്ളവർ വളരെ ശ്രദ്ധാപൂർവ്വമാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റോപ്പ് എന്നുള്ള ഒരു ബോർഡ് വരും, സൈൻ ബോർഡ് വരുന്നു കേട്ടോ. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത മെയിൻ റോഡിലോട്ട് കയറാൻ പാടുള്ളൂ. അപ്പം അതൊരു കാര്യം. ഇങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ ഈ റോഡ് നിയമങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എല്ലാത്തിനും പെർഫെക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഞാനിത് നിങ്ങളോട് എല്ലാവരും ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്, ഇങ്ങനെ ചെയ്യുന്നതെന്നല്ല. ഞാൻ നോക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് യൂട്യൂബ് ചാനലിൽ കൂടെ എല്ലാവരെയും ഇതൊന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. നന്ദി.